Dear students, today we are going to discuss northwest corner rule. How to find initial feasible solution to the given transportation problem by northwest rule. Question: find the initial feasible solution to the transportation problem given below by northwest corner rule. Origins തന്നിട്ടുണ്ട് O1, O2, O3, O4. ഡെസ്റ്റിനേഷൻ D1, D2, D3. സപ്ലൈ തന്നിട്ടുണ്ട്, ഡിമാൻഡ് തന്നിട്ടുണ്ട് 274,331, 547,162. സപ്ലൈ 587,14. ഡിമാൻഡ് 7,918. So first step, so answer. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഡിമാൻഡ്, ടോട്ടൽ ഡിമാൻഡ് ഈക്വൽ ടു ടോട്ടൽ സപ്ലൈ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ടോട്ടൽ ഡിമാൻഡ്. ടോട്ടൽ ഡിമാൻഡ് മീൻസ് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുക. ഇപ്പൊ ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 7 + 9 + 18. 7 + 9 + 18 എത്രയാന്ന് നോക്കുക, 34. ഇപ്പൊ ടോട്ടൽ ഡിമാൻഡ് ഈക്വൽ ടു 34. Then total supply എന്ന് പറയുമ്പോൾ 5 + 8 + 7 + 14. Total supply 5 + 8 + 7 + 14. That is equal to 34. അപ്പം therefore total demand equal to total supply ആണ്. ടോട്ടൽ ഡിമാൻഡും ടോട്ടൽ സപ്ലൈയും സെയിം ആണ്. സോ total demand equal to total supply. Total demand equal to total supply. അപ്പോൾ ഏത് പ്രോബ്ലം തന്നാലും ടോട്ടൽ ഡിമാൻഡും ടോട്ടൽ സപ്ലൈയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈക്വൽ ആണ്. ദെൻ നമ്മൾ തന്നിരിക്കുന്നത് ഒന്നുകൂടെ കോളം വരയ്ക്കുന്നു. ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നുകൂടെ എടുത്ത് വരയ്ക്കുന്നു. അതായത് ഈ ക്വസ്റ്റ്യൻ തന്നെ റോസും കോളംസ് ഒക്കെ ആയിട്ട് വരയ്ക്കുന്നു. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, അലോക്കേറ്റ് ചെയ്യണം. അലോക്കേഷൻ കൊടുക്കുവാണ്. അതിന് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ എന്ന് പറയുമ്പോൾ 1 സെല്ല്, അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ഇത് സെലക്ട് ചെയ്യുക. ഈ കോളമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇതിലെ ഈ എലമെന്റ് ആണ് സെലക്ട് ചെയ്തത്, അതായത് 1 സെല്ലാണ് സെലക്ട് ചെയ്തത്. ഇതിലെ റോയുടെ ഇവിടെ 5 ആണ് വന്നിരിക്കുന്നത്. കോളത്തിന്റെ റോ മിനിമോ ഓർ കോളം മിനിമോ ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ 5 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. ഈ സെല്ല് നമ്മൾ സെലക്ട് ചെയ്തു. ഈ സെല്ല് അലോക്കേറ്റ് ടു ദ സെൽ 1 മാക്സിമം പോസിബിൾ എമൗണ്ട് വിച്ച് ഈസ് ദ മിനിമം ഓഫ് റോ ടോട്ടൽ ആൻഡ് കോളം ടോട്ടൽ. അതായത് നമ്മൾ ഈ സെല്ല് സെലക്ട് ചെയ്തു. ഇതിലെ മിനിമം ഇവിടെ 5 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. മിനിമം എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ആ 5 നമ്മൾ ഇവിടെ അലോക്കേറ്റ് ചെയ്തു. 5 അലോക്കേറ്റ് ചെയ്തു. അപ്പം അത് 5 അലോക്കേഷൻ ചെയ്തത് നമ്മളിവിടെ ഒരു ബോക്സിൽ എഴുതുന്നു. അപ്പോൾ 5 അലോക്കേറ്റ് ചെയ്തു. ദെൻ 5 അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഈ 5 ഇവിടെ അലോക്കേറ്റ് ചെയ്തു. സോ ഈ റോ നമ്മൾ കട്ട് ഓഫ് ചെയ്യുവാണ്. ഈ റോ ഇനി അടുത്ത പ്രാവശ്യം വരയ്ക്കുമ്പം ഇത് കട്ട് ഓഫ് ചെയ്യുവാണ്. ഇത് നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്നു. ഇനി അടുത്ത തവണ വരയ്ക്കുമ്പം ഈ റോ വരയ്ക്കേണ്ട കാര്യമില്ല, ഇത് കട്ട് ഓഫ് ചെയ്തു. പിന്നെ വരയ്ക്കുമ്പോൾ 3, 3, 1, 5, 4, 7, 1, 6, 2. ഇപ്പൊ എടുക്കുമ്പം ഇവിടെ 7 എഴുതാൻ പാടില്ല, കാരണം ഇവിടെ 5 അലോക്കേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ 5 അലോക്കേറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇവിടെ ഇനി 2 ഉള്ളായിരിക്കും. ഇവിടെ എഴുതുമ്പോൾ 2 ഉള്ളായിരിക്കും. സോ വി ക്യാൻ ഡ്രോ ദ നെക്സ്റ്റ്. ഈ കട്ട് ഓഫ് ഇല്ലാത്ത റോ നമ്മൾ എഴുതുന്നു. അടുത്തത് വരയ്ക്കുന്നു. നെക്സ്റ്റ് ടേബിൾ വരയ്ക്കുവാണ്. ടേബിൾ വരയ്ക്കുമ്പോൾ O1 പാടില്ല, O2, O3, O4, D1, D2, D3. ഫസ്റ്റ് റോ നമ്മൾ എഴുതുന്നില്ല, സെക്കൻഡ് റോ എഴുതുന്നു. ദാറ്റ് ഈസ് 3, 3, 1. 3, 3, 1. 3, 3, 1. അതിന്റെ സപ്ലൈ എന്ന് പറയുന്നത് 8 ആണ്. സോ അവിടെ സപ്ലൈയുടെ സ്ഥാനത്ത് 8 എഴുതുന്നു. ദെൻ ഇവിടെ 5, 4, 7 ആണ്. അപ്പൊ ഇവിടെ 5, 4, 7, 5, 4, 7. സപ്ലൈയുടെ സ്ഥാനത്ത് ഇവിടെ 7 എഴുതുന്നു.
ദെൻ അടുത്തത് 162 ആണ്. 162. സപ്ലൈയുടെ സ്ഥാനത്ത് ഇവിടെ 14 എഴുതുന്നു. സോ ഇവിടെ നോക്കുക, ഇവിടെ 7 ആണ്. ഓൾറെഡി 5 കൊടുത്തപ്പം റിമൈനിങ് 2. 9, 18. 9, 18. സെക്കൻഡ് ടേബിൾ ഇങ്ങനെയായിരിക്കും. സെക്കൻഡ് ടേബിൾ 3318, 547, 162. ഇനി അലോക്കേഷൻ കൊടുക്കാൻ പോവാണ്. അലോക്കേഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും നോർത്ത് വെസ്റ്റ് കോർണറിൽ എപ്പോഴും 1 സെൽ, അതായത് ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. അപ്പൊ ഇവിടെയാണ് അലോക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ 8 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ മിനിമം ഏതാന്ന് നോക്കണം. ഇത് ഡിമാൻഡ് മിനിമം 2 ആണ്. സോ 2 ആണ് നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്യുന്നത്. 2 അലോക്കേറ്റ് ചെയ്തു. 2 അലോക്കേറ്റ് ചെയ്യുമ്പം ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? കോളമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കോളം കട്ടായി പോകുന്നു. ഈ കോളം കട്ടായി പോയി. പിന്നെയും വരയ്ക്കുമ്പം നമ്മൾ D1 വരയ്ക്കാൻ പാടില്ല. അപ്പം അടുത്തത് എഴുതുമ്പം O2 ഉണ്ട്, O3 ഉണ്ട്, O4 ഉണ്ട്. അപ്പം D1 കട്ടായി പോയി. D1 കട്ടായി പോയത് കൊണ്ട് D2, D3. D2, D3. അപ്പം ഇവിടെ 3, 1, 4, 7, 6, 2. ഇവിടെ ഇപ്പൊ 3, 1 എഴുതി. ഇപ്പൊ ഇവിടെ 8, ഓൾറെഡി 2 നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് 8ന്റെ ഇവിടെ ബാലൻസ് 2 കൊടുത്തത് കൊണ്ട് 6, ഇവിടെ 7, ഇവിടെ 14, ഇവിടെ അലോക്കേഷൻ 9, 18. 9, 18. ദെൻ അടുത്തത് നോക്കുന്നു. അടുത്തത് നോക്കുമ്പം 3ഉം 1ഉം ആണ്. ഈ സെൽ നോർത്ത് വെസ്റ്റ് കോർണർ ആയതുകൊണ്ട് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ 3 ഉണ്ട്, 6 ഉണ്ട്. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മിനിമം ആണ് കൊടുക്കാൻ പറ്റുന്നത് 6 ആണ്. 6 ആണ് കൊടുക്കുന്നത്. 6 കൊടുക്കുന്നു, നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു. അപ്പൊ 6 കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ റോ ആണ്. സോ ഈ റോ നമ്മൾ കട്ട് ചെയ്തു കളയുന്നു. ഈ റോ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ അടുത്തത് വരയ്ക്കുമ്പോൾ O2 വരയ്ക്കാൻ പാടില്ല. നെക്സ്റ്റ് വരുന്നത് O3, O4, D2, D3. അപ്പൊ 4, 7, 6, 2. 4, 7, 6, 2. 4, 7, 6, 2. അപ്പൊ ഇവിടെ 7, 7, 14. അപ്പൊ ഇവിടെ 9 ഉണ്ട്. ഓൾറെഡി നമ്മൾ 6 കൊടുത്തു. അപ്പൊ അതുകൊണ്ട് റിമൈനിങ് 3, 18. 3, 18. സോ ഓരോ സ്റ്റെപ്പിലും നമുക്ക് നോക്കാം നമ്മൾ ചെയ്ത് ശരിയാണോ എന്നറിയാൻ വേണ്ടി റോ ടോട്ടലും ഇത് ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡ് സെയിം ആണോ എന്ന് നോക്കിയാൽ മതി. പിന്നെ ഇവിടെ അലോക്കേഷൻ കൊടുക്കണം. അപ്പൊ ഇവിടെ അലോക്കേഷൻ 7ഉം 3ഉം ഉണ്ട്. അപ്പൊ നമുക്ക് മിനിമം 7ഉം 3ഉം ആണ്. മിനിമം എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3 എഴുതുന്നു. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കോളമാണ്. സോ ആ കോളം വെട്ടിക്കളയുന്നു. അപ്പം അടുത്തത് വരുന്നത് ഇപ്പൊ ഇവിടെ D3 പോയി. അപ്പോൾ O3, O4, D2 പോയി. സോ D3 മാത്രമേ ഉള്ളൂ. അപ്പൊ 7, 2. 7ഉം 2ഉം. ഇപ്പൊ ഇവിടെ ഓൾറെഡി 3 കൊടുത്തു. അപ്പൊ ഇവിടെ 7 ആണ് റിമൈൻ. 3 കൊടുത്തത് കൊണ്ട് ഇവിടെ 4 ആണ് റിമൈനിങ്. 4. ഇവിടെ 14, 18. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ നോക്കിയാൽ മതി. ടോട്ടൽ ഡിമാൻഡും ടോട്ടൽ ഇവിടെ 18, ഇത് 18. പിന്നെ ഇവിടെ അലോക്കേഷൻ കൊടുക്കേണ്ടത് 7നാണ്. അപ്പൊ 7 ഇവിടെ 4 ഉണ്ട്, 18 ഉണ്ട്. അപ്പൊ മിനിമം എന്ന് പറയുന്നത് 4 ആണ്. ഈ 4 നമ്മൾ ഇവിടെ എഴുതുന്നു. ഇത് കട്ടായി പോകുന്നു. അപ്പോൾ O3 കട്ടായി പോയി. നെക്സ്റ്റ് റിമൈനിങ് വരുന്നത് O4 മാത്രം. O4, D3, അതായത് 2 മാത്രമാണ് റിമൈനിങ് ആയിട്ടുള്ളത്. അപ്പം ഇവിടെ 14 ഉണ്ട്,
ഇവിടെ 18 ആണ്. ഇവിടെ ഓൾറെഡി 4 നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ഇവിടെ 4 അലോക്കേറ്റ് ചെയ്തുകൊണ്ട് 14. അപ്പൊ ഇവിടെ 14. ഇപ്പൊ 14. അപ്പൊ നമ്മളെല്ലാം അലോക്കേഷൻ തീർന്നു. എല്ലാത്തിന്റെയും സ്റ്റെപ്പ് അലോക്കേഷൻ ചെയ്തു. ദെൻ ഫൈനൽ ആൻസർ എഴുതാം. ഫൈനൽ ആൻസർ എഴുതുന്നത് പോലെ നമ്മൾ അലോക്കേഷൻ കൊടുത്തത്, അതായത് ക്വസ്റ്റ്യൻ എടുക്കുക, ക്വസ്റ്റ്യന് ഒന്നുകൂടെ എടുത്തെഴുതുക. ക്വസ്റ്റ്യൻ എടുത്ത് നമുക്ക് ഒന്നുകൂടെ എടുത്തെഴുതാം. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതി, ക്വസ്റ്റ്യൻ അതേപടി ഒന്നുകൂടെ എഴുതി. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അലോക്കേഷൻ കൊടുത്ത് 2 5 ആണ്. അപ്പം ആ 2 നമ്മൾ ഈ ക്വസ്റ്റ്യന് കൊടുക്കുന്നു. 5 2 5 കൊടുത്തു. ദെൻ അടുത്ത് നമ്മൾ സ്റ്റെപ്പിൽ ചെയ്തത് 3 3 1 അവിടെ 2 ആണ് കൊടുത്തത്. അപ്പം 3 3 1 2 കൊടുത്തു. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് O2 D2 6 ആണ് കൊടുത്തത്. അപ്പോൾ O2 D2 6 കൊടുക്കുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് O3 D2 3 കൊടുത്തു. അപ്പോൾ O3 D2 നമ്മൾ 3 കൊടുത്തു. കൊടുത്ത അലോക്കേഷൻസ് എല്ലാം എഴുതുന്നു. ദെൻ അടുത്തത് ഇവിടെ O3 D3 4 കൊടുത്തു. O3 D3 അതായത് 7 നമ്മൾ 4 കൊടുത്തു. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ O4 D3 14 കൊടുത്തു. ഇപ്പം നമ്മൾ അലോക്കേഷൻ കൊടുത്ത് നോക്കണം. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ദെൻ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 6th 6 അലോക്കേഷൻസ് ആണ് കൊടുത്തത്. നമ്മൾ 6 അലോക്കേഷൻ ഇവിടെ എഴുതി. 1 2 3 5 6 അലോക്കേഷൻ കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പം ഇവിടെ 5 ആണ് കൊടുത്തത്. ഇവിടെ 5 കറക്റ്റായി. ഇവിടെ 2 + 6 8 വരണം. 3 + 4 7 ആണ്. 14. ദെൻ ഇവിടെ കോളം അതുപോലെ നോക്കണം. 5 + 2 7 ആണ്. 6 + 3 9 ആണ്. 14 + 4 18. അപ്പോൾ അലോക്കേഷൻസ് എല്ലാം കൊടുത്തേക്കുന്ന സെയിം ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇപ്പോൾ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കൊടുത്തത് ഇതാണ് കോസ്റ്റ്. ഇത് നമ്മൾ എത്ര യൂണിറ്റ് ആണെന്നാണ് കൊടുത്തത്. അപ്പോൾ 5 × 2 പ്ലസ് അടുത്തത് 2 × 3 പ്ലസ് 6 × 3 പ്ലസ് 3 × 4 നമ്മൾ അലോക്കേഷൻ കൊടുത്ത് സെല്ല് വേണം എഴുതാൻ. 4 × 7 പ്ലസ് 14 × 2 that is 5 × 2 10 plus 6 plus 18 plus 12 plus 28 plus 28. 10 plus 6 plus 18 plus 12 plus 28 plus 28. That is equal to 102 rupees. The total transportation cost 102 rupees.